വലിയ പെരുമ്പാമ്പുണ്ട് എന്ന് പറഞ്ഞു കേട്ടിക്കുള്ളൂ. ഇപ്പം ഞാൻ കണ്ടു. ഇന്നലെ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനും ഹസ്സും പുറത്തിറങ്ങിയതായിരുന്നു. പിന്നെ ദൂരേക്കൊന്നും പോകണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യം വീട്ടിൽ പോയിരുന്ന് കഴിക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ കരുതി വേണ്ട, പുഴക്കരയ്ക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ നേരെ പുഴക്കരയ്ക്ക് പോയി. പുട്ടും മുട്ടയും മിക്സാണ് വാങ്ങിയത്. എന്ത് ഓർഡർ ചെയ്യാൻ പോയാലും ഈ ഒരു മിക്സ് മാത്രം ഞാൻ ഓർഡർ ചെയ്യാൻ പോയി പറയുമല്ലോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പുട്ടും മുട്ടും മുട്ട പുട്ടുമുട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും. എന്തോ പുട്ടും മുട്ടയും മിക്സ് എന്ന് പറയാൻ ഭയങ്കര കഷ്ടം. അങ്ങനെ പുഴക്കരയ്ക്ക് ഞങ്ങൾ സ്ഥിരമായി പോയിരിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു ഞാനിങ്ങനെ കഴിച്ചു. എനിക്ക് അത്രയൊന്നും കഴിക്കാനാകത്തുള്ളൂ. കുറച്ച് ഞാൻ ഹസ്സിനെ കൊണ്ട് കഴിപ്പിച്ച്. അവനാണെങ്കിൽ ഫുഡ് അടിച്ച് വരുന്ന വഴിയാണ്, അതുകൊണ്ട് അവനും കുറച്ചേ കഴിച്ചുള്ളൂ. വേണ്ടാഞ്ഞിട്ടും എങ്ങനെയൊക്കെയോ കഴിച്ച് തീർക്കുകയാണ് ഞാൻ, അല്ലാണ്ട് വേറെ രക്ഷയില്ലല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. സാധാരണ ഹസ്സിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടാകും, പക്ഷെ ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അതിനുള്ളായിരുന്നു. അതുമാത്രമല്ല കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കഥ പറയുകയും ചെയ്തു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഹസ്സിൻ്റെ പിറക് കൂടെ ഒരാൾ ഇങ്ങനെ എഴഞ്ഞു പോകുന്നു. അവനാണെങ്കിൽ എഴഞ്ഞു പോകുന്ന ആളിൻ്റെ തൊട്ടിപ്പുറമുള്ള കല്ലിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആളെ കണ്ടല്ലോ, പെരുമ്പാമ്പ്, അതും വലിയൊരു പെരുമ്പാമ്പ്. ഈ കാണുന്ന കല്ലും ചാരിയാണ് ഹസ് ഇരിക്കുന്നത്. ഞാൻ ഒരൊറ്റ വലി പിടിച്ച് വലിച്ചു. പുഴക്കരയ്ക്ക് കടവിന് ഈ കെട്ടുമലൊക്കെ ഇരുന്നിട്ട് കാല് താഴോട്ടൊക്കെ ഇട്ടിരിക്കുന്ന പോലെ ശ്രദ്ധിച്ചോ. പെരുമ്പാമ്പുണ്ട്, അതും വലുത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. കാടൊക്കെ വെട്ടി തെളിച്ചുകൊണ്ട് മൂപ്പര് മെല്ലെ പുറത്തിറങ്ങിയതാണ്. അവിടെ ഇരിക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചോ.